നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്റെ കുട്ടിക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ചില കാലദോഷങ്ങൾ ചുറ്റി നടക്കുന്നുണ്ട്, അതോടൊപ്പം ചില ശത്രുദോഷങ്ങളും. ദേവൂട്ടി സത്യം തിരിച്ചറിയുമെന്ന് ഒരാൾ ഭയപ്പെടുന്നുണ്ട്. നീ കണ്ടെത്തുന്ന സത്യങ്ങളിലൂടെ അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കൈമോശം വരുമെന്ന ഭയം. ആ സത്യം നിന്നിലൂടെ അവനിലും എത്താതിരിക്കാൻ വേണ്ടി അയാൾ ശത്രുഭാവത്തിൽ നിന്റെ പിന്നാലെയുണ്ട്. അരുതാത്തത് ചെയ്യാനാണ് അയാളുടെ നീക്കം. പക്ഷേ അയാൾക്കതിൽ ജയിക്കാനാവില്ല. ദേവിയുടെ കാവൽ നിനക്ക് വലിയ പടച്ചട്ട പോലെ ഒപ്പമുണ്ട്. തൽക്കാലം അതറിയണ്ട. ഇന്നുണ്ടായതുപോലെ ദുരനുഭവങ്ങൾ ഇനിയും ഉണ്ടാവും. അതിൽ നിന്നൊക്കെ നിനക്ക് ദേവിയുടെ രക്ഷാകവചം ഉണ്ടാവും. ശത്രുക്കൾക്ക് നിന്നെ ഒന്നും ചെയ്യാനാവില്ല. പക്ഷേ ഇതെന്താ കയ്യില്? ഇത് സ്നേഹോപകാരം. ഒരാൾക്ക് ഒരേ സമയം 2 ഉപഹാരോ? ഒരാൾക്കല്ലല്ലോ, 2 ആൾക്ക്. ഇത് പ്രണയോപഹാരം. എന്റെ ജീവന്റെ പകുതിയായി ഇടതുവശം ചേരുന്നവൾക്കുള്ള സമ്മാനം. ഇത് ദേവാർപ്പണമാണ്, അല്ലെങ്കിൽ മാതൃസമർപ്പണമാണ്. ദേവീ സാന്നിധ്യം പോലെ വന്ന ഉപദേശവും സഹായവും തരുന്ന വിദ്യാമ്മയ്ക്കുള്ളത്. പ്രണയോപഹാരമായാലും ദേവാർപ്പണമായാലും രണ്ടും സ്നേഹോപഹാരമാണ്. ഈ സ്നേഹം സമ്മാനങ്ങളിൽ ഒതുങ്ങില്ല. ദേവൂട്ടിക്ക് കരുതലും കൈത്താങ്ങും ആവശ്യമായി വരുന്ന കാലമാണ്. വളരുന്ന പ്രതിസന്ധികളുടെ കാലം. താങ്ങാൻ മറ്റൊരു കൈ ഉയരാത്ത സാഹചര്യം പോലും വന്നേക്കാം. അന്ന് ഒപ്പം കാണണം. 101 വട്ടം ഒപ്പം തന്നെ ഉണ്ടാവും. ഏത് പ്രതിസന്ധിയിലും കൈ ചേർത്ത് കൂടെ നിൽക്കും. ദേവിയുടെ ചൈതന്യവും സന്ദീപിന്റെ സാന്നിധ്യവും. നിന്നെ വലയം ചെയ്യാവുന്ന അനിശ്ചിതത്വങ്ങൾക്കുള്ള ഉത്തരം ഇതാണ്. ആ മംഗലാപുരത്തുനിന്ന് വന്ന ചെറുപ്പക്കാരന്റെ അക്ഷരകാരത്തിന്റെ അക്ഷരങ്ങള് റെഡിയാക്കി വെച്ചിട്ടില്ലേ? അയാള് ചിലപ്പോ രാവിലെ തന്നെ വരും. അങ്ങനെ വന്നാല് മോൾ അതങ്ങെടുത്ത് കൊടുത്താ മതി. പണമൊക്കെ തന്നിട്ടുണ്ട്. മകളാണ് അല്ലേ? അതെ സാർ, മകളാണ്. അല്ല, ഹാരം നാളെ മതി എന്നല്ലേ പറഞ്ഞേ? നാളെ മതി, അതിനൊരു മാറ്റവും ഇല്ല. അത് രാവിലെ റെഡിയാവൂ. അല്ല സാർ, അത് ബാക്കിയൊക്കെ ചെയ്തു വെച്ചു. പൂവ് രാവിലെ ചേർക്കൂ. രാവിലെ വരുന്ന പുതിയ പൂക്കളൊക്കെ ചേർത്തിട്ട് അതൊക്കെ അങ്ങനെ തന്നെ ചെയ്തോളൂ. പക്ഷേ
ചെറിയൊരു തിരുത്തു വേണം. എന്താ സാർ, അക്ഷരത്തിലാണോ? ആ, അക്ഷരത്തിൽ തന്നെ. ആ, തിരുത്തല്ല, ഒരു കൂട്ടിച്ചേർക്കൽ. 2-3 അക്ഷരം കൂടി കൂട്ടിച്ചേർക്കൽ. അയ്യോ സാറേ, എങ്കിലത് അതിരാവിലെ കിട്ടാൻ പാടായിരിക്കും. വേണ്ട, അതിരാവിലെ വേണ്ട, കുറച്ച് വൈകിട്ടായാലും മതി. ശരി സാർ, എന്താ കൂട്ടിച്ചേർക്കേണ്ടത് പറഞ്ഞാൽ മതി. ഋണമുക്തി എന്നാ ഞാൻ നേരത്തെ പറഞ്ഞത്. അതെ, അത് ചെയ്തിട്ടുണ്ട്. ഗൃഹം യാ ധനം, അതുകൂടി ചേർക്കണം. അർത്ഥം മനസ്സിലായില്ലല്ലേ? ആ, വീട് അല്ലെങ്കിൽ പണം, അതാണ് ഉദ്ദേശിച്ചത്. എന്താ, ഞാൻ പറഞ്ഞു കേട്ടില്ലേ? കേട്ടു. എന്നാ അതുകൂടി ചേർത്ത് ഹാരം ചെയ്തോളൂ. ഓ, ചെയ്യാം സാർ. ഒന്നുമില്ല. ദേവി, കണ്ണുകളിൽ നനവൂറുന്നു. ശതാക്ഷരി, ഹൃദയത്തിലെ കനിവാണ് കണ്ണുകളിൽ നനവാകുന്നത്. ലോകം ഒരു വലിയ മായയാണെന്നറിയുമ്പോഴും ആ മായയിൽ നമ്മൾ അറിയാതെ അലിഞ്ഞു പോകും. അതൊരു സത്യമാണെന്ന് ചിന്തിച്ചു പോകും. അതാണ് മായയുടെ ശക്തി. ഒരിക്കൽ നാരദൻ വിഷ്ണു ഭഗവാനോട് മായയെക്കുറിച്ച് ചോദിച്ചു. ഭഗവാൻ അതിന് വിശദീകരണമൊന്നും കൊടുത്തില്ല. പകരം നാരദനെ തന്നെ ആ മായയിലേക്ക് ഇറക്കി വിട്ടു. മായയിൽ പെട്ടുപോയ നാരദമുനി സ്വയം ഒരു ഗൃഹസ്ഥനായി മാറി. ഗൃഹസ്ഥന്റെ ജീവിതചര്യകളും വികാര വിചാരങ്ങളും പ്രകടമാക്കി. ഒടുവിൽ ഭാര്യാപുത്ര സമേതനായി ഒരു നദിയിലൂടെ സഞ്ചരിക്കുമ്പോ വലിയൊരൊഴുക്കിൽപ്പെട്ട് ഭാര്യയും മക്കളും ഒഴുകിപ്പോയി. വല്ല വിധേനയും കരയ്ക്ക് കയറിയ ഗൃഹസ്ഥൻ ദീനദീനം വിലപിക്കാൻ തുടങ്ങി. നാരദരെ, അങ്ങ് എന്തിനാണിങ്ങനെ കരയുന്നതെന്ന് വിഷ്ണു ഭഗവാൻ വിളിച്ചു ചോദിക്കുമ്പോ മായാവലയിതനായ നാരദൻ തന്റെ ഭാര്യയും മക്കളെയും കുറിച്ച് പറഞ്ഞ് വീണ്ടും വിലപിക്കാൻ തുടങ്ങി.